ചിലവരൊക്കെ പറയും ഇപ്പൊ മഹാമോശമാണ് ഫീൽഡ് അങ്ങനെ ഒക്കെ പറയും. വെറുതെ പറയുന്നതാ. ഏറ്റവും നല്ല ഫീൽഡാണ്. നല്ലപോലെ കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരെ കൊല്ലാതെ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഫീൽഡാണ്. അറിയൂ ഇത് ട്രാവലർ എങ്ങനെയാണെന്ന്. ഇതിനെ ഒരു ഗ്രിപ്പ് ഉണ്ട് എൻ്റെ അടിയിൽ കണ്ട. ഈ ഗ്രിപ്പ് ഇങ്ങനെ അമർത്തിയിട്ടാണ് റിവേഴ്സ് ഇടാറ്. നമസ്കാരം, വണ്ടിമച്ചാനാണ്. വണ്ടിമച്ച ഇപ്പോൾ ഉള്ളത് പഴയന്നൂരാണ്. പഴയന്നൂർ നമ്മുടെ തട്ടകത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീകൃഷ്ണ ട്രാവൽസ് ഒരു പുതിയൊരു 26 സീറ്റ് ട്രാവലർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ വണ്ടിമച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി കേട്ടോ. നമ്മുടെ 26 സീറ്റ് പുത്തൻ ട്രാവലർ വന്നിട്ടില്ലേ, ഇതാണ് വണ്ടി. നമുക്ക് ഇതിലേക്ക് കിടക്കാം. അതിനെക്കാട് മുന്നേ ഇവരുടെ നമ്മുടെ ശ്രീകൃഷ്ണ ട്രാവൽസിൻ്റെ പഴയന്നൂർ ശ്രീകൃഷ്ണ ട്രാവൽസിൻ്റെ കുറച്ച് വണ്ടികൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇവിടെ വന്നാലേ നമുക്ക് ഒരുപാട് വണ്ടികൾ കാണാൻ പറ്റും കേട്ടോ. നോക്കിയേ, ട്രാവലറുകൾ 2 കിടക്കുന്നുണ്ട്. പിന്നെ ഇത് 26 പുതിയതെടുത്ത ട്രാവലർ. പിന്നെ ശ്രീകൃഷ്ണ സെഡോൺ ഇത് കഴിഞ്ഞ വർഷം എടുത്ത വണ്ടിയാണ് സെഡോൺ. പിന്നെ ഇത് BMR നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് 34 സീറ്റ് വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതും BMR തന്നെയാണ്. ഭഗവാൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പഴയന്നൂർ അമ്മ, അതായത് നമ്മൾ പഴയന്നൂരാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ പഴയന്നൂർ ഭഗവതി ക്ഷേത്രം ഉണ്ട് ഇവിടെ. പൂഴി ഭഗവതി ക്ഷേത്രം എന്ന് കൂടിയും പറയും കേട്ടോ. അപ്പോൾ ആ ഭഗവതി ക്ഷേത്രത്തിൽ നമ്മളൊക്കെ സ്ഥിരം തൊഴുന്നതാണ്. ഭയങ്കര ശക്തിയാണ്. അപ്പോൾ ആ ശക്തി സ്വരൂപിനിയുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പഴയന്നൂർ അമ്മ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വണ്ടികൾക്കും ഓരോരോ പേരുണ്ട് കേട്ടോ. ആദ്യം കണ്ട വണ്ടി രസിക എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ മാണിക്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ, ഇത് BMR ആണ്. ഇതും സെഡോൺ. ഇതാണ് കേട്ടോ പുതിയ വണ്ടി. അത് നേരത്തെ പറഞ്ഞതല്ല, ഇതാണ് പുതിയ വണ്ടി. ഇത് കഴിഞ്ഞ വർഷം എടുത്തിട്ടുള്ള വണ്ടിയാണ്. അർണോൾഡ് എന്നുണ്ട്, നമുക്കിത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ തൊട്ടിപ്പുറത്ത് വരുമ്പോൾ ദ കിങ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. ഇത് കെപ്പല്ലയുടെ ഒരു വേർഷനാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. പിന്നെ ഒരു സ്വിഫ്റ്റ്, മറ്റേ ഒരു കാറ് ശ്രീകൃഷ്ണൻ്റെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വണ്ടികൾ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും കേട്ടോ. ഇത് ഒരു വണ്ടി പ്രേമിയെ സംബന്ധിച്ച് ഇതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു നല്ല നൊസ്റ്റാൾജിക് കാഴ്ചയാണല്ലേ. ഇത്രയും വണ്ടികളൊക്കെ ഒരുമിച്ച് നമ്മുടെ വണ്ടിമച്ചൻ ചാനലിൽ ഇങ്ങനെ ഇട്ട് കാണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ആ 26 സീറ്റ് ട്രാവലർ ചെയ്യാൻ തന്നെയാണ് ശരിക്കും വന്നത്. പക്ഷേ കൂട്ടത്തിൽ ഈ വണ്ടികൾ കൂടി കാണിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ വണ്ടി ബുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും വണ്ടികളിൽ നിന്ന് കാണിച്ചതാണ്. അപ്പോൾ ഇനി വണ്ടികൾ വരുന്നുണ്ട്. നല്ല രസമല്ലേ കാണാനായിട്ട്, നല്ലൊരു അഴക്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓണറെ ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ വണ്ടി നമുക്ക് അപ്പുറത്തേക്ക് ഇട്ടിട്ട് ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇവിടെ എല്ലാ വണ്ടികളുടെ ഇടയിലിട്ട് ചെയ്യുമ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് വണ്ടി ബാക്കിലേക്ക് ഇട്ടിട്ട് നമുക്കിതിൻ്റെ ഓണറൊക്കെ പരിചയപ്പെടുത്തി പുതിയൊരു വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടു കേട്ടോ, ഈ ഏരിയയിലേക്ക്. ഇവിടെ സൗകര്യം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഓണർ ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ശ്രീകൃഷ്ണ ട്രാവൽസിൻ്റെ എല്ലാമായിട്ടുള്ള ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്താ പേര്? MR മണി. ഓക്കെ, പഴയന്നൂർ തന്നെയാണല്ലേ? പഴയന്നൂർ തന്നെയാണ് വീട്. എത്ര വർഷമായി ഇതിലേക്ക് വന്നിട്ട്? 2010 മുതൽ തുടങ്ങിയതാണ്.
2010 തുടങ്ങി. പിന്നെ എങ്ങനെയായിരുന്നു ആ ജേണി ഒന്ന് പറയാൻ പറ്റുമോ? വിശദീകരിക്കുമെന്ന് എന്താ അങ്ങനെയാണെന്ന് തുടങ്ങി? നല്ല ഫീൽഡാണ്. കാരണം നമ്മൾ സോഷ്യൽ വർക്കായിട്ട് ജനങ്ങളെയും സേവിക്കുന്നുണ്ട്, കുറെ ആൾക്കാർക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അത് ആ സംഭവത്തിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് വണ്ടിയിൽ നിന്ന് കിട്ടുന്നതിന്റെ ഒരു ഭാഗം ലാഭം പാവപ്പെട്ടവർക്കായിട്ട് ചിലവഴിക്കുന്നുണ്ട്. നമ്മൾ എല്ലാ വർഷവും 500 പേരെ പഴനിക്ക് കൊണ്ടുപോകും. അതുകൂടാതെ പാവപ്പെട്ട ആൾക്കാർക്ക് അരി വിതരണം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഒരു സമൂഹ വിവാഹം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 5 കുട്ടികളെ 2019 നടത്തിയിട്ടുണ്ടായിരുന്നു സമൂഹ വിവാഹം. അത് നല്ല ഇതിലായിട്ട് നടത്തി വിട്ടു, കുഴപ്പമുണ്ടാകുന്നില്ല, നല്ലതായിരുന്നു. എത്ര മക്കളാ? 3 ആള്. 3 ആളല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ വണ്ടി ആദ്യം സ്റ്റാർട്ട് എവിടുന്നായിരുന്നു? ഇങ്ങനെ ആദ്യം റൂട്ട് ബസ്സായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആദ്യം റൂട്ട് ബസ്സായിരുന്നു, അത് കൊടുത്തിട്ടാണ് പിന്നെ ഒരു ബസ് എടുത്തത്. ആ ബസ്സിൽ നിന്നാണ് തുടക്കം. ആ വണ്ടി നമ്പറാണ് 1212 എന്ന് പറഞ്ഞ വണ്ടിയിൽ നിന്നാണ് തുടക്കം. നമ്മുടെ രാശി വണ്ടിയാണ്, അത് കൊടുക്കില്ല. എൻ്റെ ഇടയിൽ ഞാനൊന്ന് കടപ്പായി, പക്ഷെ അതിനൊക്കെ തരണം ചെയ്ത് വന്നു. ഓക്കെ ഓക്കെ. ശരിക്കും അപ്പോ ചിലവരൊക്കെ പറയും ഇപ്പൊ മഹാമോശമാണ് ഫീൽഡ്, അങ്ങനെ ഒക്കെ പറയും. വെറുതെ പറയുന്നതാ. ഏറ്റവും നല്ല ഫീൽഡാണ്. നല്ലപോലെ കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരെ കൊല്ലാതെ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഫീൽഡാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എൻ്റെ ഇടയിൽ ഒരു കോള് വന്നു, അതാണ്. അപ്പോൾ ശരിക്കും പറയും ചില ആൾക്കാരത്തൊക്കെ നമ്മളൊരു വണ്ടി എടുക്കട്ടെ, പല ആൾക്കാരും വണ്ടി എടുക്കണം, ഈ മേഖലയ്ക്ക് ഇറങ്ങണം എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ പക്ഷെ എല്ലാവരും നമുക്ക് നെഗറ്റീവാണ് പറയുക. അപ്പോൾ അത് ഒരിക്കലും നെഗറ്റീവ് പറയരുത്. കാരണം എന്താ പറഞ്ഞാൽ വണ്ടി ഫീൽഡ് നല്ല തന്നെയാണ്, പക്ഷെ കൊണ്ട് നടക്കുന്ന രീതിയും കൂടി നന്നായിരിക്കണം. അതും കൂടി നന്നായിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫീൽഡാണ്. ഇതിനെ കവർ ചെയ്യാൻ വേറൊരു പരിപാടി ഞാൻ അതുവരെയും കണ്ടിട്ടില്ല. നല്ല പരിപാടി. ഞാൻ ഒന്നൊന്ന് തുടങ്ങിയതാണ്. ഇപ്പൊ എൻ്റെ അടുത്ത് ഏകദേശം 8 വണ്ടിയുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഒരു ചേസും കൂടി എടുക്കാൻ പോകുന്നു. ഓക്കെ. ഇത് 2010 സ്റ്റാർട്ട് ചെയ്തു അല്ലേ? നമ്മള് പാക്കേജുകളൊക്കെ എവിടേക്ക്? എല്ലാം നമ്മൾ സ്വന്തം പാക്കേജ്? നമ്മൾ സ്വന്തം പാക്കേജാണ്. നമ്മൾ ഒരുപാട് പാക്കേജുകളുണ്ട്. ആൾക്ക് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുക. എന്താ വെച്ചാൽ എപ്പോഴും ഈ വണ്ടികൾ ഇത്രയും ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കോളിന് ക്ഷാമം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ വെച്ചത് പാക്കേജ്, സ്വന്തം പാക്കേജാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? പാക്കേജാണ് അധികം ചെയ്യുന്നത്. ഒരുപാട് ഭാഗത്തേക്കുണ്ട്. അതൊക്കെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ചെയ്യുന്ന പരിപാടിയാണ്. തിരുപ്പതി ആയാലും മുകാംബി ആയാലും തഞ്ചാവൂരായാലും ഇതൊക്കെ നമുക്ക് ഏകദേശം ബഡ്ജറ്റ് ഏറ്റവും കമ്മിയായിട്ട് പൊതുജനങ്ങൾക്ക് ഏറ്റവും കുറവ് രീതിയിൽ കൊണ്ടുപോകുന്നൊരു ബഡ്ജറ്റാണ്. നമ്മൾ ഇൻസ്റ്റയിൽ കയറി നോക്കിയാലും എല്ലാം കിട്ടും. ഓക്കെ. ശ്രീകൃഷ്ണ അല്ല നമ്മുടെ ഇൻസ്റ്റ? ഓക്കെ ഓക്കെ. അപ്പോൾ പഴയന്നൂരാണ് സ്ഥലം വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര റേറ്റ് കുറച്ചിട്ട് ഓടും അല്ലേ? അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് വേണ്ടത് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഓട്ടം അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഇനി ഇതിലേക്ക് കിടക്കാം. 26 സീറ്റ് ട്രാവലർ ഇപ്പോൾ എടുത്തിരിക്കുന്നു ഈ വണ്ടി. അപ്പോൾ ഇതെടുക്കാൻ കാരണം എന്താണ്? നമ്മുടെ അടുത്ത് 50 സീറ്റും 17 സീറ്റൊക്കെയാണ് ഉള്ളത്. പക്ഷേ 26ന്റെ ഒരുപാട് എൻക്വയറികളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വണ്ടി ഇപ്പോൾ പുതിയതായി ഇറക്കിയാണ്. അതിപ്പോൾ പുതിയ മോഡൽ ഇറങ്ങിയതാണ് ട്രാവലറിൻ്റെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേരളത്തിൽ നമുക്കാണ് വണ്ടി വന്നിരിക്കുന്നത്. അതെ, ഈ വണ്ടിയാണ് ഫസ്റ്റ് അല്ലേ? അപ്പം എന്നാൽ അതിലേക്ക് കിടക്കാം. ഇത് എന്തൊക്കെയാ മാറ്റങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ? ഇപ്പോഴത്തെ മാറ്റം പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ്, ഉള്ളിലത്തെ വർക്കുകളായാലും, പിന്നെ വീൽ ബോൾട്ട് ആദ്യമൊക്കെ 6 ഇപ്പം 8 ആക്കി. അങ്ങനെ പല മാറ്റങ്ങൾ 35 തരം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കമ്പനി പറഞ്ഞല്ലേ? നന്നായിട്ടുണ്ട് വണ്ടി, നന്നായിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഇത്രയും സമയം തന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് ഭയങ്കര ഹമ്പിളായിട്ടുള്ള ഒരാളാണ്. നമ്മളിവിടെ വന്ന് വണ്ടി ചോദിച്ചപ്പോഴേക്കും തന്നെ എല്ലാ വണ്ടികളും ഇങ്ങനെ നിരത്തിയിട്ടിട്ട് നമുക്ക് ഏതാണെങ്കിൽ എടുത്തോ, ഏത് വണ്ടിയും ചെയ്തോ എന്ന് പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ ഇനി വരുന്ന പുതിയ വണ്ടികൾ നമ്മൾ പരിചയപ്പെടാൻ വൈകി എന്തായാലും. അപ്പോൾ എന്തായാലും താങ്ക്സ് ഉണ്ട് ചേട്ടൻ്റെ അടുത്ത്. ചേട്ടൻ്റെ പേരൊന്നുകൂടി പറഞ്ഞോളൂ. MR മണി. മണിച്ചേട്ടനാണ് നമ്മുടെ സപ്പോർട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടിയാണ് കൂടുതൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കേരളത്തിലെ ആദ്യത്തെ വണ്ടിയാണ്. അപ്പോൾ എന്തായാലും അധികം ആളെ നിർത്തിക്കണില്ല. അപ്പോൾ താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ ആളുടെ ഇടാം, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ നോക്കിയാലോ. എൻജിൻ വരുന്നത് FM 2.6 CRED ആണ് ഇതിൻ്റെ എൻജിൻ വരുന്നത്. 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. കോമൺ റെയിൽ DITC ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് 25.9 cc ആണ്. അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് വരുന്നത് 350 Nm ടോർക്ക്, 1400 2200 RPM പ്രൊഡ്യൂസ് ചെയ്യണം. ഗിയർ ബോക്സ് വരുന്നത് FG 32/5 ആണ്. അതുപോലെ തന്നെ വീൽ ബേസ് വരുന്നത് 40/20 ആണ്. ടയർ സൈസ് വരുന്നത് 235 65 616 റേഡിയൽ ട്യൂബ്ലെസ് ടയറാണ് ഇതിൽ വരുന്നത്. പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സസ്പെൻഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടും ബാക്കും സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിങ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ബ്രേക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബ്രേക്ക് ഡുവൽ സർക്യൂട്ട് ഹൈഡ്രോളിക് വാക്യൂം അസിസ്റ്റഡ് ബ്രേക്സ് ആണ് ഇതിൽ വരുന്നത്. ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 70ഉം ആഡ്ബോൻ്റെ കപ്പാസിറ്റി 23 ആണ് വരുന്നത് കേട്ടോ.
അപ്പോൾ അദ്ദേഹത്തിന് എന്താ ലിഫ്റ്റ് കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെറുതെ അദ്ദേഹത്തിന് നിർത്തി ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് തന്നെ ഇത് പറഞ്ഞ് അദ്ദേഹത്തിനെ നിർത്തിയിട്ട് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്ന് വെച്ചാൽ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിട്ടു. അപ്പോൾ നമുക്ക് തന്നെ കിടക്കാം. അപ്പോൾ ഇതാണ് 26 സീറ്റ് ട്രാവലർ. നമ്മൾ ഇവരുടെ തൊട്ടപ്പുറത്തുള്ള ഒരു വണ്ടി, നമ്മൾ ഷാജേട്ടൻ്റെ വണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, സർദാർസിൻ്റെ. അതും 26 സീറ്റിൻ്റെ ആയിരുന്നു. BS4 ആയിരുന്നു. പക്ഷേ ഇത് BS6 വണ്ടിയാണ്. അതാണ് അതിൻ്റെ മാറ്റം. BS6ൽ റീസെൻ്റ് ആയിട്ടുള്ള വന്ന വണ്ടിയാണ്. അപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള ട്രാവലറുകൾ പോലെയല്ല, കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഹെഡ് ലാമ്പ്സ് നമുക്ക് നോക്കാം ആദ്യം. ഇതിൻ്റെ ഹെഡ് ലാമ്പ്സ് ഉണ്ട്. ഒരു C ഷേപ്പ് ഹെഡ് ലാമ്പാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമ്മുടെ അർബാനിയുടെ ഒക്കെ ടൈപ്പ് മോഡലൊരു ഹെഡ് ലാമ്പ്സാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് ഫേഷ്യലിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഗ്രില്ലിൻ്റെ ഒരു സെറ്റപ്പ് ഒക്കെ നോക്കിയാൽ ഇതെങ്ങനെയാണ് വന്നേക്കണേ. ഈ ഒരു സൈഡൊക്കെ ഉണ്ടാവും, ഇവിടെ ഒരു പാർഷ്യലി ആയിട്ട് ഇങ്ങനെ മൂടിയിട്ടുള്ള ടൈപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മുന്നിലുള്ള ഗ്രില്ലിൽ അങ്ങനെ ആയിരുന്നില്ല. അതാണ് ഇപ്പോൾ എനിക്ക് ഗ്രില്ലിൽ നമുക്ക് എടുത്ത് കാണാൻ സാധിക്കണം കേട്ടോ. പിന്നെ ഗ്രില്ലിന് കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. ഫോഴ്സിൻ്റെ ഒരു ലോഗോ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിൽ ഹണികോം ഗ്രില്ലോട് സാമ്യമായിട്ടുള്ള സംഭവമാണ് ഉള്ളിൽ കാണുന്നത്. അതിൻ്റെ മുകളിലാണ് ഫോഴ്സിൻ്റെ എംബ്ലം വെച്ചേക്കണേ. ഫോഴ്സിൻ്റെ ലോഗോ മുകളിൽ കാണാൻ സാധിക്കും. പഴയന്നൂർ അമ്മ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ വേണ്ട, ഇവിടെ കുറച്ച് ആ ഒരു മുന്നിലുള്ള ഗ്രില്ലിനെക്കാട്ടും കുറച്ചുകൂടി മാറ്റത്തിലുള്ള ഗ്രില്ലാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ മെറ്റീരിയലൊക്കെ നല്ല സ്ട്രോങ് മെറ്റീരിയലാണ്. ഇത് ഫൈബറാണ്. പിന്നെ ഇനി ഈ ഫോഗ് ലാമ്പിലേക്ക് കിടക്കുകയാണെങ്കിൽ ഫോഗ് ലാമ്പ്, ഇവിടെ ഒരു ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഇതാണ്. മുന്നേ ഇങ്ങനെ ആയിരുന്നില്ല ഈ ഫോഗ് ലാമ്പിൻ്റെ ഒരു ഡിസൈൻ, അത് മാറ്റം വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് പെട്ടെന്ന് നമുക്കെടുത്ത് കാണാൻ സാധിക്കുന്നത്. പിന്നെ സ്പെക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കടക്കാം. എന്താ ഇതിൽ സ്പെക്ക് കാര്യങ്ങളൊക്കെ പറയണം. നമ്മൾ BS4 ചെയ്തിട്ടുള്ളതിന് ശേഷം പിന്നെ BS6 ഇപ്പോഴാണ് നമ്മളൊരു വണ്ടി ചെയ്യണത്, ട്രാവലർ 26 സീറ്റ്. അപ്പോൾ ഈ സൈഡിൽ വരികയാണെങ്കിൽ FM 2.6 CR കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പുതിയൊരു വണ്ടിയുടെ ഒരു മണവും അത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷമാണല്ലേ. അപ്പോൾ പുറത്തുനിന്നുള്ള ആ ഒരു ലുക്കൊക്കെ നോക്കിയ ഗ്രില്ലും ആ ഒരു ഹെഡ് ലാമ്പ്സും അതുപോലെ തന്നെ താഴെയുള്ള ബമ്പറിൻ്റെ ഭാഗവും ഒക്കെ നന്നായിരിക്കുന്നുണ്ടല്ലേ. ഒരു കട്ടിങ് കൂടി ഭയങ്കര എഡ്ജൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെ ഒരു കട്ടിങ് ഒക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട്. ഈ സൈഡിലാണെങ്കിൽ ആ കട്ടിങ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെയാണ് കൂടുതൽ നമുക്ക് എടുത്ത് കാണാനുള്ളത്. ഒരു എന്താ പറയുക, ഒരു മുന്നത്തെക്കാട്ടൊരു ഫേസ് കുറച്ചുകൂടിയൊക്കെ ഒരു രസമായി തോന്നുന്നുണ്ട്, ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ടോപ്പ് പോർഷനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇതുപോലെ മുന്നത്തെ വണ്ടിയിലേക്ക് ഇത് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും എന്ന് തോന്നണം. അത്രയ്ക്ക് അങ്ങനെ ഒരു കുഴി ഭാഗം ഉണ്ടായിരുന്നില്ല. പിന്നെ മുകളിൽ നമ്മുടെ ആ ഭാഗത്ത് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഈ മുകൾ പോർഷനൊന്നും പഴയ വണ്ടി പോലെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമ്മുടെ എന്താ പറയുക, ആ സൈഡിലായിട്ട് ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വിൻഷീൽഡിൻ്റെ പോർഷനും അതിൻ്റെ വിൻഷീൽഡിൻ്റെ മുകളിലായിട്ട് 2 ടോപ്പ് ലൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ടോപ്പ് ലൈറ്റ് അന്ന് ഉണ്ടായിരുന്നു, പഴയ വണ്ടിക്ക് ഇന്ന് ഓർമ്മ കിട്ടുന്നില്ല, ഇല്ലയെന്ന് തോന്നുന്നു. അതും പുതിയത് തന്നെയാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിലത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് മാറി ഇനി ഈ സൈഡിലേക്ക് പോകാം. ഈ സൈഡിൽ വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല FM 2.6 CR എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ സൈഡ് മിററാണ് കൊടുത്തിട്ടുള്ളത്. നല്ല അത്യാവശ്യം സ്ട്രോങ്ങിലാണ് അതിൻ്റെ മെറ്റീരിയൽ പോയിട്ടുള്ളത്. പിന്നെ ഫേസിൻ്റെ ഈ ഒരു സൈഡ് സ്ട്രക്ചറൊന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ. അതൊക്കെ പഴയ മുന്നിലുള്ള വണ്ടി പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ഇൻറ്റീരിയറിലാണല്ലോ അദ്ദേഹം പറഞ്ഞ പോലെ കുറച്ചുകൂടി മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതുപോലെ ഫ്രണ്ടിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഫ്രണ്ട് വന്നിട്ടുള്ള ആ ഗ്രില്ലിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഹെഡ് ലാമ്പ്സൊക്കെയാണ് കൂടുതൽ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 35 തരം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് പ്രൊഫൈൽ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. 1 2 3 4 4 3 വലിയ ഗ്ലാസും 1 ചെറിയ ക്വാർട്ടർ ഗ്ലാസ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. സൈഡിലായിട്ട് ട്രാവലർ എന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പണ്ടത്തെ ട്രാവലർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, സൈഡിൽ സ്റ്റിക്കർ വർക്കൊക്കെ ഉണ്ടാവും. ഒരു നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. ഇപ്പോൾ അങ്ങനത്തെ ഇതൊന്നും ഇല്ല, ട്രാവലർ എന്ന് മാത്രം കൊടുത്തിരിക്കുന്നു. പിന്നെ ചെറിയൊരു അതിൻ്റെ കണ്ടിന്യൂ എന്ന രീതിയിൽ ആ സ്റ്റിക്കർ വർക്ക് ഇങ്ങനെ പോയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ സൈഡായിട്ട് ബോഡി ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. 2 3 ഈ ബോഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കയറാനായിട്ട് ഒരു ഫുഡ് സ്റ്റെപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അത് അലുമിനിയത്തിലാണ് ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വീലിൻ്റെ ഭാഗം നല്ല അത്യാവശ്യം നല്ല ഇതിലൊന്നും മാറ്റില്ല, അതൊക്കെ മുന്നത്തെ പോലെ തന്നെ 6 എന്താ പറയുക 8 ബോൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. ബോൾട്ടിൻ്റെ കാര്യത്തിൽ 8 എണ്ണമാണ് ഇതിൽ വന്നിട്ടുള്ളത്. എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ പുറമേയുള്ള കാഴ്ചകൾ. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇവിടെ ചളി കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് കിടക്കാം. അപ്പോൾ ബാക്കിൽ വരികയാണെങ്കിൽ ഇതാണ് ബാക്ക് ഒരു ലുക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ.
വണ്ടിയുടെ ബാക്ക് സൈഡ് വരികയാണെങ്കിൽ 2 ഗ്ലാസിൻ്റെ ഇത് മുന്നിലുള്ള വണ്ടി പോലെ തന്നെ ഒരു മാറ്റം എനിക്ക് അവിടെ ഫീൽ ചെയ്യുന്നില്ല. 2 ഗ്ലാസിൻ്റെ പോർഷൻ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. മുകളിലായിട്ട് 2 ടോപ്പ് ലൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എമർജൻസി എക്സിറ്റും കൂടിയാണ് ഈ ഭാഗം. BS6 ആണ് ഈ വണ്ടി എന്ന് പറഞ്ഞൊരു ലാബിൽ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ട്രാവലർ എന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ട്രാവലർ N ആണ് കേട്ടോ ഈ വണ്ടിയുടെ ഒരു പുതിയൊരു N സീരീസാണ് ഇപ്പോൾ ഈ വണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. ട്രാവലർ N. പിന്നെ ഫോഴ്സിൻ്റെ ഒരു ലോഗോ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്ക് ഡോറിൻ്റെ ഭാഗം ഞാൻ തുറന്ന് കാണിച്ചു തരാം. അവിടെ സ്പേസ് ഒന്നും ഇല്ല, എനിക്ക് എമർജൻസി എക്സിറ്റ് എന്ന രീതിയിൽ നമ്മൾ അവിടെ കൊടുത്തിരിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ ഈ മുന്നത്തെ വണ്ടിക്ക് ഇങ്ങനെയല്ല ടെയിൽ ലാമ്പ് വന്നിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടി മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ടെയിൽ ലാമ്പിൽ മാറ്റം വന്നിട്ടുണ്ട്. ടെയിൽ ലാമ്പിൽ ഒരു കട്ടിങ്ങോട് കൂടിയുള്ള ടെയിൽ ലാമ്പാണ്, ഫോഴ്സിൻ്റെ ലോഗോട് കൂടിയുള്ള ടെയിൽ ലാമ്പാണ് ഇതിൽ വന്നിട്ടുള്ളത്. ടെയിൽ ലാമ്പിൽ ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തായാലും നന്നായിട്ടിരിക്കുന്നുണ്ടല്ലോ അതിലൊരു ടെയിൽ ലാമ്പ്. പിന്നെ ഇവിടെ വരുമ്പോൾ റിഫ്ലക്ടർ ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും, റിഫ്ലക്ടർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അടിയിൽ വരുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെറ്റീരിയൽ ഇവിടെ പോയിട്ടുണ്ട്. പ്ലാസ്റ്റിക്കോ ഫൈബറാണെന്ന് അറിയില്ല, അങ്ങനെ ഒരു മെറ്റീരിയൽ ഇവിടെ ബ്ലാക്ക് ഇതിൽ ഒരു ഫിനിഷിങ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പുറകുന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് വണ്ടിയുടെ ഓവറോള്. പിന്നെ ഏറ്റവും ടോപ്പിലല്ലേ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തൊരു ചെറിയൊരു കട്ടിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പഴയ വണ്ടിക്ക് ആ കട്ടിങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത്. ബാക്കിൽ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ സൈഡിലേക്ക് പോകാം. ഈ സൈഡിൽ മാറ്റമൊന്നുമില്ല, നമ്മൾ അപ്പുറത്തെ സൈഡിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ട്രാവലർ എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ അപ്പുറത്തും പറഞ്ഞില്ലേ, സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അപ്പുറത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പുറത്തുള്ളൂ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഇതുപോലെ പുറത്ത് ഉണ്ടല്ലേ, ഇതുപോലെയുള്ള നമുക്കിങ്ങനെ പിടിച്ചിട്ടുള്ള ഈ ഒരു എന്താ പറയുക, ആ സംഭവമൊക്കെ പുറത്താണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഡീസലിൻ്റെ ആ പോർഷൻ, ആ ക്യാപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ കൊമേഴ്ഷ്യൽ GR BS6 ഡീസൽ ഫ്യൂവൽ ഓൺലി. അപ്പോൾ ഇതിൻ്റെ ഡ്രമ്മ് കാര്യങ്ങളൊക്കെ നോക്കി, പുതിയ വണ്ടിയൊക്കെയാണ്, ശരിക്കും നല്ല രസമായിട്ട് കാണാണ്ടല്ലേ. പിന്നെ ബാക്കിൽ ആ ലീഫിൻ്റെ ഭാഗവും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രാവലറിൻ്റെ 26 സീറ്റിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ. ഇനി വണ്ടിയുടെ ഉള്ളിൽ കയറി ബാക്കി നമുക്ക് ഒന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് വണ്ടിയുടെ ഉള്ളിലൊന്ന് കയറാം. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഈ ഒരു കമ്പി ഉണ്ടല്ലോ, അത് കൊടുത്തിട്ടില്ല ഈ ഭാഗത്ത്. ഇത് കാരണം എന്താ വെച്ചാൽ എമർജൻസി എക്സിറ്റിൻ്റെ ഒരു പോർഷനാണ്, അതുകൊണ്ടാണ് ആ ഭാഗത്തൊരു കമ്പി ഭാഗം കാര്യങ്ങളൊന്നും കൊടുക്കാത്ത കേട്ടോ. എന്തായാലും നന്നായിട്ടുണ്ടല്ലോ പുതിയ 26 സീറ്റ് ട്രാവലർ. പിന്നെ ഇത് ഡോറിൻ്റെ പോർഷനും കാര്യങ്ങളൊക്കെയാണ്, മിററ്, പിന്നെ മഡ് ഫ്ലാപ്പിൻ്റെ അവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും നന്നായിരിക്കുന്നുണ്ടല്ലോ വണ്ടി കാണാനായിട്ട്. അപ്പോൾ രാധാ മോട്ടോഴ്സിൽ നിന്നാണ് ഈ വണ്ടി വാങ്ങിയിട്ടുള്ളത്. തൃശ്ശൂരാണോ പാലക്കാടാണോ എനിക്കറിയില്ല കറക്റ്റായിട്ട്, ഞാനത് ചോദിച്ചിട്ടില്ല. അപ്പോൾ രാധ എന്നൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാധാ മോട്ടോഴ്സ് ആയിരിക്കും ഇത് ഇവർ വണ്ടി മേടിച്ചിട്ടുള്ള സ്ഥലം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ട്രാവലറിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറാം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. വണ്ടി സ്റ്റാർട്ടിങ് ആണ്, AC ഇട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ വണ്ടി ഇപ്പോൾ ഉള്ളിലത്തെ മാറ്റങ്ങളെന്ന് പറഞ്ഞാലേ, വണ്ടിയുടെ ഉള്ളിൽ കയറി ലൈറ്റുകളൊന്നും ഇട്ടിട്ടില്ല. 26 സീറ്റ് ട്രാവലറാണിത്. അപ്പോൾ 26 സീറ്റാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ബാക്കിൽ വരികയാണെങ്കിൽ 4 സീറ്റ് ഇങ്ങനെ ഓർത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പുറകുന്ന് പറഞ്ഞിരുന്നത് എങ്ങനെയാണ്, അപ്പോൾ ഇത് എമർജൻസി എക്സിറ്റിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലോക്ക് തുറന്ന് നമുക്ക് പുറത്തേക്ക് ചാടാൻ പറ്റും. അതിനാണ് ഈ എമർജൻസി എക്സിറ്റിൻ്റെ ഈ ഭാഗം ഇങ്ങനെ വന്നേക്കണം കേട്ടോ. 4 സീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എമർജൻസി എക്സിറ്റ് എന്ന് പറഞ്ഞ സൂചന ബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ മെറ്റീരിയലിൽ മാറ്റം എന്ന് പറഞ്ഞാൽ മുന്നുണ്ടായിരുന്ന അതേ ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണെന്ന് തോന്നുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അന്നും ഇതുപോലത്തെ വണ്ടി തന്നെയാണ് നമ്മൾ മെറ്റീരിയൽ. ഉള്ളിലൊന്നും ഈ ഒരു ഭാഗമൊന്നും മാറ്റം വന്നിട്ടില്ല കേട്ടോ. ഇതൊക്കെ മെറ്റീരിയൽ സെയിം സാധനം തന്നെയാണ്. പക്ഷേ ബെർത്ത് എന്ന് പറഞ്ഞ സാധനം അന്ന് ഉണ്ടായിരുന്നില്ല. ഇത് ബെർത്തോട് കൂടിയാണ് ഇപ്പോൾ ഈ വണ്ടി വരുന്നത്. അതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ, മെയിൻ മാറ്റം. 2 ബെർത്ത് ഇവർ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഈ ബെർത്ത് ഇത് ഈ ആദ്യ വണ്ടികളിൽ ഉണ്ടായിരുന്നില്ല. അതാണ് മെയിൻ മാറ്റം ഈ വണ്ടിക്ക് വന്നേക്കണേ. പിന്നത്തെ മാറ്റം നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഫിക്സഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ മറ്റേ നീക്കാൻ പറ്റുന്ന ഗ്ലാസ്സുകളാണ്. ഇത് ഫിക്സഡ് ആയിട്ടുള്ളൊരു ഗ്ലാസ്സാണ്. അപ്പോൾ അതാണ് അതിൻ്റെ വേറൊരു മാറ്റം കേട്ടോ. അത് ഫിക്സഡ് ആണ്, അത് നമുക്ക് നീക്കാനോ ഇതൊന്നും പറ്റില്ല. അത് കാരണം എന്താ വെച്ചാൽ എമർജൻസി എക്സിറ്റിൻ്റെ ആ ഒരു ഭാഗം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കണേ. പിന്നെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുന്നേയുള്ള സീറ്റിനെക്കാട്ടും കുറച്ചുകൂടി നല്ല അടിപൊളി സീറ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. സീറ്റിൻ്റെ കവറൊന്നും പൊട്ടിച്ചിട്ടില്ല. 2 ദിവസമായിട്ടുള്ള ഈ വണ്ടി എടുത്തിട്ട് അപ്പോൾ തന്നെ നമ്മൾ വണ്ടി പച്ചം വന്ന് വീഡിയോ ചെയ്യുകയാണ്. പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ബെർത്തിൻ്റെ അടി ആയി നോക്കാം. ബെർത്തിൻ്റെ അടി വശത്തായിട്ട് ഇത് AC വെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ലൈറ്റ് ഇതിൽ ബാക്ക് വശത്തും ഇതുപോലെ തന്നെ വെൻറ്റുകളാണ് കേട്ടോ, ലൈറ്റ് ഇല്ല. ഞാൻ ലൈറ്റാന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസിൻ്റെ പോർഷനാണ്. പിന്നെ ഇത് AC ആണ് കേട്ടോ. AC അവർ കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ AC ആയിട്ടാണ് വരുന്നത്. ഇതാണ്
AC യൂണിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. മുന്നത്തെ വണ്ടി നമ്മൾ AC കയറ്റുന്ന പരിപാടിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ AC ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു സംഭവമായി. അതുപോലെ ബെർത്ത് ഉണ്ട്. അപ്പോൾ അതും നല്ലൊരു കാര്യമായി. പിന്നെ ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാം. പിന്നെ ഇവിടെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ചാർജിങ് പരിപാടികളൊക്കെ ഇവിടെയാണ് കേട്ടോ. ഇതിൻ്റെ ചാർജിങ് സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ സൈഡിലായിട്ടാണ്. പിന്നെ ഒരു സ്പീക്കർ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഉള്ളൊരു മെറ്റീരിയൽ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്, അത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. മെറ്റീരിയൽ ഒരു എന്താ പറയുക, ഇതൊക്കെ കുറച്ചുകൂടി ക്വാളിറ്റി ആക്കാമെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അതാണ് പറയാനുള്ളത്. കുഴപ്പമില്ല. പിന്നെ ഇങ്ങനത്തെ വണ്ടി എടുത്തിട്ട് പണിയണ ആൾക്കാരാണല്ലോ കൂടുതൽ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ സാധാരണ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പില്ലറൊക്കെ ലൈറ്റ് കയറ്റണതും വുഡൻ ഫിനിഷിങ് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവരിപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പണിത് വിടുന്നത്. ഇത് കുഴപ്പമില്ല, ഫൈബർ മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെയൊക്കെ ഒരാൾക്ക് സുഖസുന്ദരമായിട്ട് ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. ഇവിടെയും ഇത്രയും സ്പേസ് വരുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, എല്ലാറ്റിനും ഇടയിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം. പിന്നെ ഒരു 26 സീറ്റ് ട്രാവലറിൻ്റെതായ പരിമിതികൾ എപ്പോഴും ഉണ്ടാവുമല്ലോ. എന്നാലും കുഴപ്പമില്ല, നല്ല അത്യാവശ്യം സെറ്റപ്പ് വണ്ടി തന്നെയാണ് ഈ 26 സീറ്റ് ട്രാവലർ. ഇനി നമുക്ക് ഫ്രണ്ടിൽ വരുമ്പോൾ ഇവിടെ ഒരു സീറ്റ് സ്ഥിരം വരണ പോലെ സീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ വരികയാണെങ്കിൽ ഇതിൻ്റെ ഡോറിൻ്റെ സൈഡിൽ നമുക്കിവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇത്രയും സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഡോറിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ട് വയ്ക്കാൻ പറ്റും. പിന്നെ നമ്മുടെ സീറ്റ് ബെൽറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ സൈഡിലായിട്ട് നമുക്ക് ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻജിൻ സ്റ്റാർട്ടാണ് നോക്കി, എൻജിൻ്റെ സൗണ്ട് കണ്ട വളരെ സ്മൂത്ത് വർക്കിംഗ് ആട്ടോ എൻജിൻ, ഒരു അലമ്പുമില്ല. പിന്നെ ഇത് നമ്മുടെ ഹാൻഡ് ബ്രേക്കാണ്, പാർക്കിംഗ് ബ്രേക്കാണ്. പിന്നെ ബാക്കിൽ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സും പിന്നെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ നമുക്ക് കാണാൻ സാധിക്കും. സീറ്റ് ബെൽറ്റ്, അതുപോലെ സീറ്റ് ഇങ്ങനെയാണ് വരുന്നത് ഈ വണ്ടിയുടെ. പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീല് വരുന്നത്. വണ്ടി സ്റ്റാർട്ടിങ് ആയ കാരണം സ്റ്റിയറിംഗ് എങ്ങനെയാണെങ്കിൽ നമുക്ക് ഓടിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതിൽ വരുമ്പോൾ നമുക്ക് അനലോഗ് ആയിട്ടും ഡിജിറ്റലായിട്ട് ക്ലസ്റ്ററിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ന്യൂട്രാന്ന് നമുക്ക് സൂചനാ ബോർഡ് കാണിക്കുന്നുണ്ട്. 1926 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ എന്ന് കാണിക്കുന്നുണ്ട്. RPM ഗേജ്, അതുപോലെ തന്നെ km/h ഗേജ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോഴ്സിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ പാർക്കിംഗ് ബ്രേക്ക് ഓണാന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ അങ്ങനെയുള്ള സംഭവത്തിൻ്റെ അതുപോലെ കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് വൈപ്പറിൻ്റെ പുള്ളി ചെയ്യാനും ബാക്കിയുള്ള കാര്യത്തിനുള്ളതാണ് ഈ ഒരു സംഭവം. ഇവിടെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാണ് ആ രണ്ട് സിസ്റ്റം. പിന്നെ പല ആൾക്കാരും നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ ഇട്ടാൽ പോലും ഇൻഡിക്കേറ്റർ ഇട്ട് യൂസ് ചെയ്തിട്ട് പോലും വണ്ടി ഓടിക്കാത്ത പല ആൾക്കാരും ഉണ്ട് കേട്ടോ. ട്രാവലറിൻ്റെ കാര്യമല്ല പറഞ്ഞത്, നമ്മുടെ കാറൊക്കെ ഓടിക്കണവരെ ഇൻഡിക്കേറ്റർ എന്താണെന്ന് പോലും ചില ആൾക്കാർക്ക് അറിയില്ല. അങ്ങനത്തെയും കുറേ ഡ്രൈവർമാരുണ്ട് നമ്മുടെ നാട്ടിൽ. വണ്ടി തിരിഞ്ഞതിന് ശേഷം ഇൻഡിക്കേറ്റർ ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഈ സാധനം എന്തിനാന്ന് ചോദിച്ചാൽ പോലും അവർക്ക് അറിയില്ല. അതാണ് അവസ്ഥ. അപ്പോൾ വൈപ്പറിൻ്റെ ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും. അപ്പോൾ തീർത്തിട്ട് ഇങ്ങനെ ആക്കിയാൽ നമുക്കിങ്ങനെ വൈപ്പറൊക്കെ ഇങ്ങനെ കഴുകാം. അതുപോലെ തന്നെ നമ്മുടെ ഡിമ്മ്, അതുപോലെ ബ്രൈറ്റ് ആയ സംഭവങ്ങളൊക്കെയാണ് ആ ലിവർ കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഇത് ഓരോ ഓപ്ഷൻ മറ്റേ AC വെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കാം, ഇവിടെ ചാർജിങ് പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ സ്വിച്ചുകൾ, ലൈറ്റിൻ്റെ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സെറ്റ് ഓപ്ഷനിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ടൈപ്പ് സെറ്റോ കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാം. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ 5 ഫോർവേഡും 1 റിവേഴ്സാണ് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഗിയർ പൊസിഷൻ വരുന്നത്. പിന്നെ ഇത് റിവേഴ്സ് ഇടുന്ന ആൾക്കാർക്ക് അറിയൂ ഇത് ട്രാവലർ എങ്ങനെയാണെന്ന്. ഇതിനെ ഒരു ഗ്രിപ്പ് ഉണ്ട് എൻ്റെ അടിയിൽ കണ്ട. ഈ ഗ്രിപ്പ് ഇങ്ങനെ അമർത്തിയിട്ടാണ് റിവേഴ്സ് ഇടുക കേട്ടോ. ചില ആൾക്കാർ ഇതിനെ മുകളിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും, അപ്പോൾ ഗിയർ വീഴില്ല. അതാണ് അത് മുന്നത്തെ ട്രാവലറിൽ അങ്ങനെയായിരുന്നു, ഇപ്പോഴുള്ള ട്രാവലറും അങ്ങനെയാണ്. ഇതാണ് എഞ്ചിൻ്റെ ആ ബോണറ്റിൻ്റെ ഭാഗമൊക്കെ വരുന്നത്. കുഞ്ഞ് സ്ഥലമല്ലേ. പിന്നെ ക്ലച്ച് പെഡൽ, ബ്രേക്ക് പെഡൽ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയ്ക്കൊക്കെയാണ് കൺസോള് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുള്ളത്. ഒരു ഗ്രേ തീമിലാണ് ഇതിൻ്റെ കൺസോള് കാര്യങ്ങളൊക്കെ, മീറ്റർ ബോർഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി വൃത്തിയായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ നിർബന്ധമാണല്ലോ ടെസ്റ്റ് കിട്ടണമെങ്കിൽ. പിന്നെ ഇവിടെ നമുക്ക് വരുമ്പോൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേഷൻ, എമർജൻസി മറ്റേ സംഭവം കൊടുത്തിട്ടുണ്ട്. GPS സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഒരു സൺവൈസർ 2 സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഉള്ളിലത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, ഈ മെറ്റീരിയലും ചളി പെട്ടെന്ന്
അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മേ ബി ഇങ്ങനത്തെ ഒരു ആഷ് തീമിലുള്ള ഒരു മെറ്റീരിയൽ കൊടുക്കണേ. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ പുതിയ വണ്ടികളൊക്കെ ഇപ്പോൾ ഈ മെറ്റീരിയലൊക്കെ മാറ്റി വീണ്ടും പോളിഷ് ചെയ്യില്ലേ പല ആൾക്കാരും. എന്തായാലും ഇപ്പോൾ ഈ ഒരു വണ്ടി വെച്ചിട്ട് അത്യാവശ്യം നമുക്കൊരു ട്രിപ്പൊക്കെ എടുത്തിട്ട് ഓടാൻ പറ്റുന്ന സിറ്റുവേഷനിലാണ് ഈ വണ്ടി തരേണ്ടത്. പിന്നെ AC ഓട്ടോ ഓടാം, പിന്നെ അല്ലാത്ത ഓട്ടോ ഓടാം. മനസ്സിലായോ? മറ്റേ സംഭവം ഉണ്ട്, നീക്കാൻ പറ്റും ഗ്ലാസ്സൊക്കെ. ഫ്രണ്ടിലത്തെ ഗ്ലാസ് മാത്രമേ മാറ്റാൻ പറ്റാത്തുള്ളൂ, നീക്കാൻ പറ്റാത്തുള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാം. അമൃതയില്ലേ പുതിയ നമ്മുടെ 26 സീറ്റ് ട്രാവലർ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ചീരക്കുഴി പാലത്തിന് മുകളിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡൊക്കെ ഒന്ന് കാട്ടി കൊടുത്തോളാം. പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ സീറ്റിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നത് ഈ ചെറിയൊരു കയറ്റൊക്കെ ആണെങ്കിൽ കയറ്റം സീറ്റ് ട്രാവലറ് നന്നായിട്ട് നല്ല ഹാൻഡിൽ ചെയ്യാനൊക്കെ നന്നായിട്ട് പറ്റുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് അനായാസത്തിന് വേണ്ടി കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഒരു ചെറിയൊരു കയറ്റാണ്. പക്ഷെ നമ്മൾ ഹോട്ടലിനെ കയറി പോകുന്നുണ്ട്, ചെയ്യാനൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. ട്രെയിനൊക്കെ എടുക്കുമ്പോൾ നല്ല നമുക്ക് കയ്യിലിങ്ങനെ ഒതുങ്ങുന്ന രീതിയിൽ തന്നെയാണ് നമ്മളെ 5th ഗിയറിലേക്ക് കിട്ടും. വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സെറ്റാണ്, നല്ല സ്ലോ വർക്കിംഗ് ഒക്കെ. എഞ്ചിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടല്ലേ, ടർബോൻ്റെയൊക്കെ വളരെ ഭയങ്കര വൈബ്. അങ്ങനത്തെ വണ്ടി ഓടിക്കുന്നു. ആവശ്യം നോക്കാം. അടിപൊളിയാണ്. ആർക്കെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പർ കാര്യങ്ങളൊക്കെ ഇടാം. പിന്നെ ഈ വണ്ടിയുടെ ഓട്ടങ്ങൾ കൊടുക്കാൻ നമ്മുടെ ശ്രീകൃഷ്ണ ഗ്രൂപ്പിന് പഴയന്നൂരാണ് വരുന്നത്. 26 സീറ്റ് അതുപോലെ എല്ലാ ടൈപ്പ് വണ്ടികളും ഉണ്ട് ഇവരുടെ കയ്യിൽ. നല്ല റേറ്റ് കുറവിലും ഒക്കെ നമുക്ക് വണ്ടി ഓടുന്നതാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് തരാം. നല്ല ആൾക്കാരാണ്. മണിയേട്ടനെ പോലത്തെ എല്ലാവരും ഉണ്ടോ? എല്ലാവരും നമ്മുടെ വണ്ടിയിലുണ്ട്. പഴയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പഴയന്നൂർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴാണ് പറയുന്നത് ഇത് സംഭവം മണിയേട്ടൻ തന്നെയാണ് ഇത് ലീസിന് എടുത്തേക്കണത്. നമ്മുടെ ബസ് സ്റ്റാൻഡ് അങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാവുമല്ലേ, ലീസിന് എടുത്തിട്ട് വലിയ സംഭവമായാലോ. എപ്പോഴും അറിയണം കേട്ടോ. അപ്പോൾ വലിയ ആള് നല്ലൊരു മനുഷ്യനാണ്, ഭയങ്കര സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ വന്നപ്പോൾ ഭയങ്കര എല്ലാവരും എൻ്റെ കൂടെ നിന്ന ആളാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ ഇടാം. വണ്ടികൾ ഒരുപാട് എടുക്കട്ടെ മണിയേട്ടൻ. ഇവിടെ ഒന്നും കൂടെ ആക്കിനി വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് എന്തെങ്കിലും പുതിയൊരു വണ്ടി നമുക്ക് ചെയ്യാൻ തന്ന മണിയേട്ടൻ്റെ ഫുള്ള് താങ്ക്സ് പറയാണ്. അപ്പോൾ അതുപോലെ തിരിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ വണ്ടികൾ ഇനിയും പുത്തം വണ്ടികൾ വരട്ടെ, നമുക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടട്ടെ. അപ്പോൾ എന്തായാലും വണ്ടി ബസ്സിന് അടുത്തൊരു വീഡിയോ ഇട്ട് വരാതിരിക്കും. തൽക്കാലം ബൈ, നമസ്കാരം.